അധ്യായം 74. ഇനിയും നീ തല്ലുവാങ്ങും. നീലിമ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട ആ സ്ത്രീയുടെ മുഖത്ത് കോപം തെളിഞ്ഞിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് താൻ അപമാനിക്കപ്പെട്ടതായി തോന്നി. മാത്രമല്ല അവരുടെ വഴക്കും സംസാരവും കേട്ട് സ്കൂളിലെ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും അവിടേക്ക് വന്ന് സംഭവങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യന്റെ അമ്മ ജാളതയോടെ അവരെ നോക്കി തല താഴ്ത്തി. എന്നിട്ട് നീലിമയുടെ അടുത്തേക്ക് വന്നു. ഡേ, നീ എന്നെ തല്ലിയല്ലേ? ആ സ്ത്രീ ഉറക്കെ ചോദിച്ചു. ആളുകളുടെ മുന്നിൽ നാണം കെട്ടുപോയതിന്റെ ദേഷ്യം അവരുടെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു. നീലിമ അത് കേട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവരെ നോക്കി നിന്നു. ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയൂടി നിനക്ക്? നീ എന്നെ തല്ലാനൊക്കെ മാത്രം വളർന്നോ? ഇത്തവണ നീലിമയ്ക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വഴക്കിന് വന്നിട്ടില്ല. നിങ്ങളായിട്ടാ ഇങ്ങോട്ട് വന്നത്. എന്റെ മോനെ പിച്ചക്കാരനെന്ന് വിളിച്ച അതിന് ഏത് കൊമ്പത്താളാണെന്നെങ്കിലും ഞാൻ തല്ലും. ഇന്നും വിളിച്ച ഇന്നും തല്ലും. അത്രയേ ഉള്ളൂ, പോവാൻ നോക്ക്, നീലിമ വാശിയോടെ പറഞ്ഞു. അത് കേട്ട് ആ സ്ത്രീക്ക് വല്ലാതെ ദേഷ്യം കൂടി. അപ്പോഴും അവരുടെ പയ്യൻ അശ്വിന്റെ കയ്യിലിരുന്ന ടെഡിബിയർ നോക്കി കരയുന്നുണ്ടായിരുന്നു. നീലിമ ഇതെല്ലാം കണ്ട് കൂസലില്ലാതെ നിന്നു. എടേ, നിന്റെ മോനെ മര്യാദ പഠിപ്പിക്കണം. എന്റെ മോൻ ചോദിച്ചപ്പോ ആ ടെഡിയൊന്ന് കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം? അത് നിന്റെ മോൻ ചെയ്തില്ല. ആദ്യം നിന്റെ മോനെ മര്യാദ പഠിപ്പിക്കുന്നേ, ആ സ്ത്രീ ദേഷ്യത്തോടെ ചോദിച്ചു. നീലിമ മറുപടി പറയും മുമ്പേ അവിടെ കൂടി നിന്നിരുന്ന രക്ഷിതാക്കളിൽ ഒരാൾ പറഞ്ഞു, അല്ല, അതെന്ത് ന്യായമാണ്? ആ ടെഡി അശ്വിന്റെ അല്ലേ? അതെന്തിനാണ് നിങ്ങളുടെ മോൻ ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടത്? നിങ്ങളുടെ മോൻ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കാൻ നോക്കിയതിന് അവനെ ശിക്ഷിക്കുന്നതിന് പകരം അശ്വിനെ വഴക്ക് പറയുകയാണ് ചെയ്യേണ്ടത്. ആ ചോദ്യം കേട്ട് പയ്യന്റെ അമ്മ വല്ലാതെയായി. അവിടെ കൂടി നിന്നിരുന്ന മറ്റു രക്ഷിതാക്കളിൽ ചിലരും സപ്പോർട്ട് ചെയ്തു. ശരിയാ, ഇതൊന്നും മര്യാദ. അശ്വിൻ എങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്ന കുട്ടിയല്ല. ഈ ചക്കൻ അങ്ങോട്ട് ചെന്ന് മേടിച്ചു കൂട്ടിയതല്ലേ, അതിന് അവനെന്ത് പിഴച്ചു? മറ്റൊരു രക്ഷിതാവ് പറഞ്ഞു, കുട്ടികളെ വളർത്തുമ്പോൾ മര്യാദക്ക് വളർത്തണം, അല്ലേ ഇങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിപ്പറിച്ച് ജീവിക്കാനൊക്കെ തോന്നും. മറ്റൊരാൾ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ആ സ്ത്രീക്ക് വീണ്ടും നാണക്കേട് തോന്നി. അവർ തന്നെ വെറുപ്പോടെ നോക്കി നിൽക്കുന്ന രക്ഷിതാക്കളെ നോക്കി. എന്നിട്ട് നീലിമയോട് ചോദിച്ചു, നീ എന്ത് കൈവശം കൊടുത്തിട്ടാണ് ഇവരെയെല്ലാം നിന്റെ വരുതിയിലാക്കിയത്? അതിനൊക്കെ മാത്രം ആരാ നീ? ആ സ്ത്രീ ചോദിച്ചത് കേട്ട് നീലിമ അവരെ നോക്കി. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ മകനെ മര്യാദക്ക് വളർത്താൻ നോക്ക്. നിങ്ങളുടെ അഹങ്കാരവും പണത്തിന്റെ അധികാരവുമല്ല മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കള്ളത്തരമില്ലാതെ ജീവിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒക്കെയാണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങളിതൊന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല. അവൻ ഇങ്ങനെ ആളുകളോട് പെരുമാറുന്നത് പോലും നിങ്ങളാണ് ഉത്തരവാദി. ആദ്യം അത് മനസ്സിലാക്കാൻ നോക്ക്, നീലിമ പറഞ്ഞു. അത് കേട്ട് അവർക്ക് കൂടുതൽ ദേഷ്യം തോന്നി. അവർ നീലിമയോട് പറഞ്ഞു, നീ അധികം നെഗളിക്കണ്ട കേട്ടോ, കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ആ സ്ത്രീ പറഞ്ഞു. അവരുടെ വാശി കണ്ട് നീലിമ മിണ്ടാതെ അശ്വിനെ ചേർത്ത് പിടിച്ചു. അശ്വിൻ അവന്റെ പാവ കൈവിടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട പയ്യൻ പറഞ്ഞു, മമ്മി, എനിക്ക് പാവ വേണം, എനിക്കത് കെട്ടിയേ പറ്റൂ. അത്രയും പറഞ്ഞ ശേഷം അവൻ വീണ്ടും കരയാൻ തുടങ്ങി. അത് കണ്ട് ആ സ്ത്രീയുടെ മുഖം മാറി. നീ കണ്ടോ, നീ കുറെ നേരമായി എന്റെ മകനെ വളർത്തിയ രീതിയൊന്നും ശരിയല്ലെന്ന് പറയുന്നു. എന്റെ മോൻ ഇത്രയും കരയുന്നത് കണ്ടിട്ടും നിന്റെ മോന് വല്ല കുലുക്കവും ഉണ്ടെന്ന് നോക്കിയേ. ഇതാണോ നീ വളർത്തിയ ഗുണം? അവർ ചോദിച്ചത് കേട്ട് നീലിമ അവരെ നോക്കി. നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ മോൻ വെറുതെ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പാവ കണ്ടിട്ട് കരയുന്നതിന് എന്റെ മോൻ എന്ത് ചെയ്യാനാണ്? മര്യാദക്ക് അവൻ ആദ്യമേ വന്ന് ചോദിച്ചിരുന്നേ, ഞാൻ തന്നെ ചിലപ്പോൾ അവൻ കൊച്ചായതുകൊണ്ട് പാവ വാങ്ങിച്ച് കൊടുപ്പിച്ചേനെ. പക്ഷെ നിങ്ങളുടെ മോൻ അതാണോ ചെയ്തത്? നേരെ വന്ന് എന്റെ മോന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയല്ലേ ചെയ്തത്? അത് ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത്? നീലിമ ചോദിച്ചു. അതിന് മറുപടി പറയാതെ പയ്യന്റെ അമ്മ അവരുടെ മകനെയും അശ്വിനെയും മാറി മാറി നോക്കി. നീലിമ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായെങ്കിലും അവരത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അഹങ്കാരവും പണത്തിന്റെ ഹോവും കാരണം ആ സ്ത്രീ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ വീണ്ടും നീലിമയെ നോക്കി പറഞ്ഞു, നീ എന്തൊക്കെ ന്യായീകരിച്ചാലും നിന്റെ മോന്റെ ഭാഗത്താണ് തെറ്റ്. ആ സ്ത്രീ വിട്ടുകൊടുക്കാൻ മട്ടില്ലെന്ന് മനസ്സിലാക്കിയ നീലിമ പിന്നെ സംസാരിക്കാൻ നിന്നില്ല. എടി, ഇവിടെയുള്ളവരൊക്കെ വലിയ കുടുംബത്തിൽ നിന്ന് വന്നവരാ. നീയും നിന്റെ ഈ ചക്കരം മാത്രമേ പിച്ചക്കാരായിട്ട് ഇവിടെ പഠിക്കുന്നുള്ളൂ. സോ നീ എന്നോട് തർക്കിക്കാൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, ദേ, പിച്ചക്കാരനെന്നൊക്കെ വേറെ വല്ലോടത്ത് പോയി വിളിച്ചോണം. എന്റെ മോൻ ആരാണെന്ന് നിനക്കും അറിയില്ല. സോ കൂടുതൽ സംസാരിക്കാൻ വരണ്ട, നീലിമ വാശിയിൽ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ജാളിതയോടെ ചുറ്റും നോക്കി. ആളുകൾ നീലിമയെ പുകഴ്ത്തിയും തന്നെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ആ സ്ത്രീ വ്യക്തമായി കേട്ടു. അവർ ഉടനെ നീലിമയെ നോക്കി പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാം. നിനക്ക് അപ്പം മനസ്സിലാവും അവൻ ആരാണെന്ന്. അവരത്രയും പറഞ്ഞിട്ട് മകനെയും കുട്ടി മുന്നോട്ട് നടന്നു. അപ്പോഴും ആ കുട്ടിക്കാരെയും ഉണ്ടായിരുന്നു. നീലിമ കൂസലില്ലാതെ അവിടെ തന്നെ നിന്നു. അശ്വിന് യാതൊരു കൂസലും ഇല്ലായിരുന്നു. ആ സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ അശ്വിന്റെ ക്ലാസ് ടീച്ചർ അവിടേക്ക് വന്നു. നീലിമയെ നോക്കി അവർ പറഞ്ഞു, നീലിമ മാഡം, ഇതൊന്നും കാര്യമായി എടുക്കണ്ട. അവരും മോനും എപ്പോഴും ഇങ്ങനെയാണ്. ആ പയ്യൻ ഭയങ്കര വികൃതിയാ. എന്നാലും ആ മാഡം അങ്ങനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ പയ്യൻ ഇങ്ങനെ മോശമായത്. ക്ലാസ് ടീച്ചർ പറഞ്ഞത് കേട്ട് നീലിമ അവരെ നോക്കി നിന്നു. എന്നാലും എന്തൊരു സ്ത്രീയാണ് അവര്, നീലിമ സ്വയം പറഞ്ഞു. മാഡം, അത് വിട്ടേക്ക്, അശ്വിനെ കൂട്ടി പറ്റോ. അവരുടെ ഭാഗത്ത് നിന്ന് ഇനിയൊരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളും, ക്ലാസ് ടീച്ചർ പറഞ്ഞു. അത് കേട്ട് നീലിമ അവരെ നോക്കി. അയ്യോ, അത് പറ്റില്ല, അവരെന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. സോ അവരുടെ ഭർത്താവ് വരട്ടെ, എന്നിട്ട് എന്താണ് ഉണ്ടാകുമെന്ന് നോക്കാലോ, നീലിമ പറഞ്ഞു. ക്ലാസ് ടീച്ചർ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ നീലിമ പിന്മാറിയില്ല. അപ്പോഴേക്കും ബാഗ് മറ്റും എടുത്ത് മല്ലിക അവിടേക്ക് വന്നു.
മോളെ വാ പോവാം. മല്ലിക കാര്യങ്ങളൊന്നും അറിയാതെ പറഞ്ഞു. ആയിട്ടില്ല മല്ലികാമേ, നീലിമ പറഞ്ഞു. അതെന്താ? മല്ലിക കാര്യം അറിയാതെ അവളെ നോക്കി. നീലിമ മല്ലികയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പോൾ മല്ലികയും അവൾക്കൊപ്പം അവിടെ തുടർന്നു. അപ്പോഴേക്കും അവിടേക്ക് സിദ്ധാർത്ഥ് വന്നു. നീലിമയുടെ വാടിയ മുഖം കണ്ട് സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവിടേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകലരുടെയും നോട്ടം അവനിലേക്കായി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ നീലിമയുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ മറുപടി പറയാതെ അവനെ നോക്കി. സിദ്ധാർത്ഥിനോടതെല്ലാം തുറന്നു പറഞ്ഞാൽ അവൻ ഉറപ്പായും അതിനെതിരെ പ്രതികരിക്കുമെന്ന് നീലിമയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നിട്ടും അവൾ അവനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. സിദ്ധാർത്ഥ് അപ്പോഴും നീലിമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖം കണ്ടപ്പോൾ താൻ വരുന്നതിന് മുമ്പ് എന്തോ അവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥിന് തോന്നിയിരുന്നു. കൂടാതെ ചുറ്റും മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി നിൽക്കുന്നുമുണ്ട്. സിദ്ധാർത്ഥ് വീണ്ടും അവരെയെല്ലാം നോക്കി നീലിമയോട് ചോദിച്ചു. നീ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? എന്തു പറ്റി? നോക്കെന്താ വല്ലാതെ? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചപ്പോൾ നീലിമയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ചുറ്റും കൂടി നിന്നവരിൽ നീലിമയെ മുമ്പ് പരിചയമില്ലാത്തവർ സിദ്ധാർത്ഥ് നീലിമയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ അതിശയത്തോടെ അവളെ നോക്കി. സിദ്ധാർത്ഥ് അതൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല, നീലിമ പറഞ്ഞു. എന്നിട്ടാണോ ഈ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ അശ്വിൻ അവനെ നോക്കി. ഡാഡി, ഒരു പ്രശ്നമുണ്ട്, അശ്വിൻ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി. എന്ത് പ്രശ്നം? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് ഇവിടെ ഡാഡി പോയപ്പോ ഒരു കുട്ടി വന്നിരുന്നു. അവൻ എന്റെ ഭാവ പിടിച്ചു പറിച്ചു. എന്നിട്ട് അവൻ എന്നോട് വഴക്കുണ്ടാക്കി. അപ്പോ അവന്റെ അമ്മയും കൂടെ വന്നിട്ട് ഞങ്ങളോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കിന് വന്നു. എന്നെയും അമ്മയും അവര് പിച്ചക്കാരനെന്നൊക്കെ വിളിച്ചു ഡാഡി. ആ പയ്യന്റെ കയ്യിലായിരുന്നു തെറ്റ്, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് കോപത്തോടെ നീലിമയെ നോക്കി. അത് സിദ്ധാർത്ഥ്, വെറുതെ നിങ്ങളൊരു പ്രശ്നത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയാം ഞാനൊന്നും പറയാഞ്ഞത്. നീലിമ പറഞ്ഞു. ഇതങ്ങനെ വെറുതെ എന്തെങ്കിലും പ്രശ്നമാണോ? കുഞ്ഞിനെ അഭിമാനിച്ചാൽ അത് ചോദിക്കണ്ടേ? അല്ല, എന്നിട്ട് ആ സ്ത്രീയെ വിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. അവര് ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പോയി. നീലിമ പറഞ്ഞു. ശരി, അവര് വരട്ടെ, ഞാൻ സംസാരിക്കാം. അത്രയും പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് നീലിമയുടെ അരികിൽ നിന്ന് മാറി കാറിൽ ചാരി നിന്നു. അപ്പോഴേക്കും പയ്യന്റെ അമ്മ ഭർത്താവിനെയും കൂട്ടി നീലിമയുടെ അടുത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. സിദ്ധാർത്ഥിന്റെ മുഖം കണ്ടപ്പോൾ ആ സ്ത്രീ അറിയാതെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ഞാൻ നീലിമയുടെ ഭർത്താവാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് അവർ വല്ലാത്ത അസൂയയോടെ നീലിമയെ നോക്കി. അവൾക്ക് അത്രയും സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ആ സ്ത്രീക്ക് വല്ലാത്ത അസൂയ തോന്നി. അവർ ഇടയ്ക്ക് തന്റെ ഭർത്താവിനെ നോക്കി. അയാളെ സിദ്ധാർത്ഥിന്റെ അടുത്തുപോലും നിർത്താൻ കഴിയില്ലെന്ന് ആ സ്ത്രീക്ക് തോന്നി. എങ്കിലും നീലിമയുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ദേ മനുഷ്യ, ആ കൊച്ചിന്റെ കയ്യിലുള്ള പാവ വേണമെന്ന് പറഞ്ഞാ നമ്മുടെ മോൻ കരയുന്നേ. അതൊന്ന് വാങ്ങിക്കൊടുക്ക, സ്ത്രീ പറഞ്ഞതും ഭർത്താവ് അവരുടെ നേരെ ദേഷ്യത്തോടെ അലറി. എടി, നീ എന്താ വിചാരിച്ചത്? സാർ ആരാണെന്ന് നിനക്ക് വല്ല നിശ്ചയം ഉണ്ടോ? ഇന്നൊരു അക്ഷരം ഇല്ല, ഒന്ന് കിണറ്റിലെറിയും ഞാൻ. അവൾ എന്താണ് മറുപടി പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അയാൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് വന്നു. സോറി സർ, അവൾക്ക് ആളെ അറിയില്ല, അതാണ്. ക്ഷമിക്കണം, അയാൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു. സത്യത്തിൽ അയാൾ സിദ്ധാർത്ഥിനെ ഒന്ന് പരിചയപ്പെടാനും ചില ബിസിനസ് ഡീലുകൾ സംസാരിക്കാനും ഒരുപാട് നാളുകളായി വിചാരിക്കുന്നതാണ്. പക്ഷെ സിദ്ധാർത്ഥ തിരക്കിലായതുകൊണ്ട് അവനെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നത്. സർ, ഇതിന്റെ പേരിൽ പരാതി ഒന്നും കൊടുക്കരുത്. അവൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, അയാൾ പറഞ്ഞു. അത് കേട്ട് ആ സ്ത്രീ അത്ഭുതത്തോടെ അയാളെ നോക്കി. അയാളങ്ങനെ ആരോടെ കെഞ്ചി ചോദിക്കുന്നത് മുമ്പ് അവർ കണ്ടിട്ടില്ലായിരുന്നു. അതിന്റെ അത്ഭുതം രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു. മകൻ ഉടനെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് പറഞ്ഞു. ഡാഡി, അവരോട് എന്തിനാ കെഞ്ചുന്നത്? ആ പാവ എനിക്ക് വേണം, ആ ചെക്കന്റെ കയ്യിൽ നിന്ന് അതെനിക്ക് വാങ്ങിത്താ. മകൻ പറഞ്ഞത് കേട്ട് അയാൾ ഉടനെ ദേഷ്യത്തോടെ അവനെ തല്ലാൻ ചെന്നു. പേടിച്ച് നിലത്തേക്ക് വീഴാൻ പോയ അവനെ അവന്റെ അമ്മ ഓടി വന്ന് താങ്ങി പിടിച്ചു. ഉടനെ അവൻ കരയാൻ തുടങ്ങി. അയാളത് കാര്യമായി എടുക്കാതെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി. സർ, അവനറിയാതെ അയാൾ ജാള്യതയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് അവരുടെ നാടകം ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. മാത്രവുമല്ല, ഇതെല്ലാം കണ്ട് അവന് വല്ലാതെ ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ പോലെ ഒരാൾ ഇത്തരം കേസുകളിൽ ഇടപെടുന്നത് തന്നെ മോശമാണ്. പക്ഷേ അശ്വിനും നീലിമയും അവന് വേണ്ടപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാനാണ് അവൻ കരുതിയത്. പക്ഷെ ഇപ്പോൾ ഒരാൾ തന്റെ മുന്നിൽ വെച്ച് ഭാര്യയെയും കുട്ടിയെയും ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് ആകെ അസ്വസ്ഥനായി. എന്നിട്ടും നീലിമയ്ക്ക് വേണ്ടി അവരെല്ലാം ക്ഷമിച്ചു. അവൾക്കും അശ്വിനും വീണ്ടും ആ സ്കൂളിൽ വരേണ്ടതാണ്. അത് ഓർത്തതുകൊണ്ട് മാത്രം സിദ്ധാർത്ഥ് അയാളോട് വഴക്കിന് നിന്നില്ല. ഇനി മേലിൽ നിങ്ങളെയും കുടുംബത്തെയും എന്റെ മുന്നിൽ കണ്ടുപോകരുത്, സിദ്ധാർത്ഥ് ഒരു താക്കീതെന്നോണം പറഞ്ഞു. അത് കേട്ട ആ സ്ത്രീയുടെ ഭർത്താവ് ഉടനെ അവരെയും മകനെയും കൂട്ടി അവിടെ നിന്നും പോകാൻ തിടുക്കം കാട്ടി. ആ സ്ത്രീ ആകെ നാണം കെട്ടുപോയിരുന്നു. അവൾക്ക് നീലിമയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആയില്ല. നീലിമ ജയിച്ച മട്ടിൽ ആ സ്ത്രീയെ നോക്കി. അവർ നീലിമയെയും അശ്വിനെയും തുറച്ചു നോക്കിയ ശേഷം ഭർത്താവിന്റെ ഒപ്പം പോയി. നടന്നു നീങ്ങുമ്പോഴും അയാൾ ആ സ്ത്രീയെ വഴക്ക് പറയുന്നത് കേൾക്കാമായിരുന്നു. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൂടി നിന്ന രക്ഷിതാക്കളും പല വഴി പിരിഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. ഇനിയെന്താ, വാ വീട്ടിലേക്ക് പോവാം. സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിലേക്ക് കയറി. കൂടെ മല്ലികയും ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. ഡാഡി, അവരിനി എന്നോട് വഴക്കിന് വരികയില്ല, അത്ര പേടിച്ചിട്ടുണ്ട്, അശ്വിൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ട് നീലിമയ്ക്കും സന്തോഷമായി. ഇനി ആ പയ്യൻ തന്റെ മകന്റെ പിന്നാലെ വരില്ല എന്നും അവൾക്കും തീർച്ചയായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി. നീലിമ ഫ്രഷായി ഹോളിലേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥ് ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നീലിമ അവന്റെ അരികിൽ ചെന്നിരുന്നു. സിദ്ധാർത്ഥ് ഉറങ്ങാറായില്ലേ? നീലിമ ചോദിച്ചു. ഇത്ര പെട്ടെന്നോ? സമയമായിട്ടില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴും നീലിമ അവനെ നോക്കി. എന്തായാലും താങ്ക്സ്, നീലിമ പറഞ്ഞു. താങ്ക്സോ? എന്തിന്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് അശ്വിന് വേണ്ടി അത്രയും സംസാരിച്ചില്ലേ, അതിലൊക്കെ, നീലിമ പറഞ്ഞു.
അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവളെ നോക്കി. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അശ്വിൻ എന്റെ കൂടി മോനാണ്. അവന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കടമയാണ്, അല്ലാതെ അതിനിങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞതെങ്കിലും അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് സിദ്ധാർത്ഥിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് തോന്നിയത്. പഴയതെല്ലാം ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി.